ഡ്രാഗനുകളും മനുഷ്യന്മാരും സന്തോഷമായി ജീവിച്ചിരുന്നു. എന്നാൽ ഭൂമി ഒറ്റയ്ക്ക് വേണമെന്ന് ആഗ്രഹിച്ച മനുഷ്യന്മാര് ഡ്രാഗനുകളെ ഓടിപ്പിക്കാനായി നെറ്റിൽ ബ്രാൻഡ് എന്ന ഡ്രാഗൺ തീനി മോൺസ്റ്ററിനെ കണ്ടുപിടിച്ചു. അത് ഡ്രാഗനുകളെ ഇവിടെ നിന്ന് ഓടിപ്പിച്ചു. എന്നിട്ട് മനുഷ്യന്മാര് ഈ ഭൂമി അവരുടെ സ്വന്തമാക്കി മാറ്റി. നെറ്റിൽ ബ്രാൻഡിനെ പേടിച്ചോടിയ ഡ്രാഗനുകൾ ഇപ്പോൾ ഒരു താഴ്വരയിലായിട്ട് ജീവിച്ചു വരികയാണ്. ഫയർ ഡ്രേക്ക് എന്ന സിൽവർ ഡ്രാഗനും സോറൽ എന്നുള്ള ഒരു ബ്രൗണിയും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഇവരെല്ലാവരും തന്നെ ആ താഴ്വരയിൽ വെച്ച് ഒരു തീരുമാനം എടുത്തിരുന്നു. മനുഷ്യന്മാരെ പേടിച്ചാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള ഡ്രാഗനുകൾ ആരും തന്നെ തീ ഉപയോഗിക്കാനും പാടില്ല, പറക്കാനും പാടില്ല. പണ്ട് ഇവരുടെ പൂർവിക ഡ്രാഗന്റെ കഥകൾ കേട്ട് വളർന്ന ഫയർ ഡ്രേക്കിന് ഇവിടെ ഒളിച്ചു താമസിക്കാനായി ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അവിടുത്തെ ഒരു മുത്തശ്ശൻ ഡ്രാഗനോട് ഫയർ ഡ്രാഗ് ഒരു കഥ ചോദിക്കുന്നു. റിം ഓഫ് ദ ഹെവൻ എന്ന് പറയുന്ന ഡ്രാഗനുകളുടെ ഒരു നാടുണ്ട്. അവിടെ ഡ്രാഗനുകൾക്ക് സ്വതന്ത്രമായി ജീവിക്കാമെന്ന് ആ അപ്പൂപ്പൻ പറയുമ്പോൾ ഫയർ ഡ്രേക്കിന് ആ സ്ഥലം കണ്ടുപിടിക്കാനായി അതിയായ ആഗ്രഹം വരികയാണ്. എന്നാൽ അതെല്ലാം പഴങ്കഥയാണ്. അങ്ങനെ ഒരു സ്ഥലമേ ഇല്ലെന്നാണ് ഫയർ ഡ്രേക്കിന്റെ അച്ഛനടക്കം എല്ലാവരും പറയാറുള്ളത്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ മനുഷ്യന്മാര് ഇവരുടെ താഴ്വരയിലേക്ക് വരുന്നതിനുള്ള സൂചനകളെല്ലാം കിട്ടിത്തുടങ്ങി. ഡ്രാഗനുകൾ പേടിച്ചുപോയി. മനുഷ്യന്മാരുമായിട്ട് ഇനിയൊരു യുദ്ധം അത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം. പൂർണ്ണചന്ദ്രൻ വരുന്ന ദിവസം നമുക്ക് ശക്തി കൂടും. അന്ന് നമുക്ക് അവരോട് യുദ്ധം ചെയ്യാമെന്ന് ഡ്രാഗനുകൾ തീരുമാനിച്ചു. എന്നാൽ ഫയർ ഡ്രേക്കിനും സോറലിനും ഇതിനോടൊട്ടും യോജിപ്പുണ്ടായിരുന്നില്ല. മനുഷ്യന്മാര് അതിവിദഗ്ധമായിട്ടുള്ള ആയുധങ്ങളുമായി വന്നാൽ ഇവരെങ്ങനെ തടഞ്ഞു നിൽക്കും? ഫയർ ഡ്രേക്ക് അന്ന് രാത്രി തന്നെ സോറലിനെ കൂട്ടി റിം ഓഫ് ഹെവൻ കണ്ടുപിടിക്കാനുള്ള തീരുമാനത്തിലെത്തുകയാണ്. ആരും കാണാതെ ഈ താഴ്വര വിട്ട് അവര് പറന്നു തുടങ്ങി. സോറൽ പറഞ്ഞു, എന്നോടൊരു തുമ്പി വന്ന് പറഞ്ഞിരുന്നു മനുഷ്യന്മാരുടെ അടുത്ത് ഇന്റർനെറ്റ് എന്നുള്ളൊരു മന്ത്രവാദിയുണ്ട്. ആ മന്ത്രവാദിയോട് ചോദിച്ചാൽ എവിടേക്കുള്ള വഴിയും പറഞ്ഞു തരുമെന്ന്. അങ്ങനെ ഇന്റർനെറ്റ് എന്ന മന്ത്രവാദിയെ കണ്ടുപിടിക്കാനായി ഫയർ ഡ്രേക്കും സോറലും നാട്ടിലേക്ക് വരുന്നു. ഇതേ സമയത്ത് ഒരു കള്ളൻ ചെക്കൻ ജ്വല്ലറിയിൽ നിന്ന് ഒരു മാല മോഷ്ടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിലാണെങ്കിൽ ഡ്രാഗൺ റൈഡർ എന്നുള്ള ഒരു സിനിമ റിലീസ് ആയിട്ടുണ്ട്. അതിന്റെ പ്രൊമോഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഫയർ ഡ്രേക്കും സോറലും നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഫയർ ഡ്രേക്ക് നേരത്തെ കണ്ട ആ പയ്യൻ താമസിക്കുന്ന സ്ഥലത്താണ് ഒളിഞ്ഞിരിക്കുന്നത്. സോറൽ ഇന്റർനെറ്റ് തേടി പുറത്തോട്ട് പോകുന്നു. നമ്മുടെ ഈ പയ്യനാണെങ്കിൽ വീട്ടിലേക്ക് വന്നപ്പോ ഫയർ ഡ്രേക്കിനെ കണ്ട് സിനിമാ പ്രമോഷന് വേണ്ടി വേഷം കെട്ടി നടക്കുന്ന ആരെങ്കിലും ആണെന്ന് കരുതി. എന്നാൽ ഫയർ ഡ്രേക്ക് യഥാർത്ഥ ഡ്രാഗൻ ആണെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഇച്ചിരി പേടിച്ചെങ്കിലും പിന്നീട് സൗമ്യമായി സംസാരിക്കുന്ന ഫയർ ഡ്രാഗനോട് അവനും കൂട്ടാവുന്നു. സോറൽ വന്ന് ഇക്കാര്യം കാണുകയാണ്. സോറലിന് ഇവനെ ഒട്ടും വിശ്വാസമായില്ലെങ്കിലും ഈ പയ്യനാണെങ്കിൽ തന്നെ പിടിക്കാൻ വരുന്ന പോലീസുമാരിൽ നിന്ന് രക്ഷപ്പെടാനായി ഫയർ ഡ്രാഗനോട്, ഞാൻ ശരിക്ക് ഒരു ഡ്രാഗൺ റൈഡർ ആണ്, നിങ്ങൾ തേടുന്ന റിം ഓഫ് ഹെവൻ കണ്ടുപിടിക്കാൻ ഞാൻ സഹായിക്കാമെന്ന് പറയുന്നു. ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ടപ്പോ ഈ പയ്യന്റെ ഭാവം മാറി എനിക്കൊന്നും അറിയാൻ മേല എന്ന് പറഞ്ഞ് ഫയർ ഡ്രാഗനോട് ഒരു കാട്ടിൽ ചെന്നിറങ്ങാനായിട്ട് ആവശ്യപ്പെടുകയാണ് അവൻ. ആ സമയത്ത് 3 കാട്ടു വേട്ടക്കാര് അതുവഴി വന്നു. നമ്മുടെ ഫയർ ഡ്രേക്കിനെ കണ്ടതും ഡോക്ക് എന്ന വേട്ടക്കാരൻ ഓടി രക്ഷപ്പെടുകയാണ്. ബാക്കി 2 പേരോട് ഫയർ ഡ്രേക്ക് റിം ഓഫ് ഹെവൻ എവിടെയാണെന്ന് ചോദിക്കുന്നു. സൂര്യൻ ഉദിക്കുന്ന സ്ഥലവും പടിഞ്ഞാറും കൂടി ഒന്നിക്കുന്ന സ്ഥലത്താണ് റിം ഓഫ് ഹെവൻ എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടേക്ക് പോകാനായി വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ റിം ഓഫ് ഹെവൻ ആരെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ സ്വർണത്തേക്കാൾ വിലയുള്ളതായി ഈ വെള്ളി മാറുമെന്നും അവർ പറയുന്നു. എന്നാൽ നേരത്തെ ഓടിപ്പോയ ഡോക്കാണെങ്കിൽ ഒരു കോട്ടയിലേക്കാണ് പോകുന്നത്. ഈ കോട്ടയിലാണ് ഡ്രാഗൺ തീനിയായ മോൺസ്റ്റർ നെറ്റിൽ ബ്രാൻഡ് ജീവിക്കുന്നത്. നെറ്റിൽ ബ്രാൻഡിന്റെ സഹായിയാണ് ട്വിഗ്ലെഗ്. ഇപ്പോ നെറ്റിൽ ബ്രാൻഡിന് വേണ്ടി ട്വിഗ്ലെഗ് മാട്രിമോണിയിൽ ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഡോക്ക് വന്ന്, നീ എത്ര നാളായി ഒരു ഡ്രാഗനെ പച്ചയോടെ കഴിച്ചിട്ട് തൊട്ടപ്പുറത്ത് ഒരു സിൽവർ ഡ്രാഗൺ വന്നിറങ്ങിയിട്ടുണ്ട്, നിനക്ക് വേണമെങ്കിൽ അതിനെ പോയി പിടിച്ചോ, അവരെന്തോ റിം ഓഫ് ഹെവന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് എന്ന് പറയുകയാണ് ഡോക്ക്. ഈ നെറ്റിൽ ബ്രാൻഡ് ആണെങ്കിലോ റിം ഓഫ് ഹെവൻ കണ്ടെത്താനായി നടക്കുന്ന ഒരുത്തനാണ്. ഫയർ ഡ്രേക്ക് ഇപ്പൊ നമ്മുടെ സോറലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ സോറൽ ആണെങ്കിൽ കൂടെ വന്ന ആ പയ്യൻ ചതിയനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നെറ്റിൽ ബ്രാൻഡ് അതുവഴി വരുന്നത് ഇവര് കാണുന്നത്. ഇവർ അവിടെ നിന്ന് മുങ്ങി. അന്നേരം ട്വിഗ്ലെഗിനെ ഇവരെ ഫോളോ ചെയ്യാനായി പറഞ്ഞു വിടുകയാണ് നെറ്റിൽ ബ്രാൻഡ്. ഈ സമയത്ത് നമ്മുടെ ഡ്രാഗൺ താഴ്വരയിലാണെങ്കിൽ ഫയർ ഡ്രേക്കിനെയും സോറലിനെയും കാണാതെ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഈ പയ്യൻ അവരോട് ഡ്രാഗൺ റൈഡർ ആണെന്ന് പറഞ്ഞ് നുണ പറഞ്ഞല്ലേ പൊക്കൊണ്ടിരിക്കുന്നത്. സോറലിന് അതിൻ്റെതായിട്ടുള്ള സകല സംശയങ്ങളും അവനോടുണ്ട്.
അടുത്തതായി ഇവര് ഒരു മണൽ കൂനയില്, അതായത് മരുഭൂമിയിലാണ് ചെന്ന് വീഴുന്നത്. അവിടെ നിന്ന് ഇനി എങ്ങോട്ട് പോകും എന്ന് നോക്കി നിൽക്കെ കുറച്ചപ്പുറത്തായിട്ട് ഏതോ ഒരു കുടീരം പോലുള്ള സ്ഥലം ഇവര് കാണുന്നു. അതിനകത്തായിട്ട് ഫയർ ഡ്രാക്ക് മയങ്ങിക്കിടപ്പുണ്ട്. അവന്റെ തൊട്ടടുത്തായിട്ട് ഒരു പ്രത്യേകതരം ജീവിയും. ആ ജീവി ഇവരെ പിടിക്കാനായിട്ട് വരികയാണ്. ഫയർ ഡ്രാക്കിന് ശരിക്ക് തീ ഊതാനുള്ള കഴിവില്ല എന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ പയ്യനും പേടിച്ചുപോയി. ഫയർ ഡ്രാക്കും സോറലും എല്ലാവരും പേടിച്ചോടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രൊഫസർ അവിടേക്ക് വന്ന് ഇവനെ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ആ ജീവിയെ തടഞ്ഞു വെക്കുന്നു. ഇതൊരു പാവം പ്രൊഫസർ ആയിരുന്നു. ഇവരോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയാണ് പ്രൊഫസർ. എന്നാൽ ബാക്കി എല്ലാവരും തനിക്ക് തീയൂതാനുള്ള കഴിവില്ല എന്ന് തിരിച്ചറിഞ്ഞല്ലോ എന്ന് കരുതി ഫയർ ഡ്രാക്ക് മാറിയിരുന്ന് സങ്കടപ്പെടുമ്പോ നമ്മുടെ പയ്യൻ വന്നു പറഞ്ഞു, അതൊന്നും സാരമില്ല, എന്തായാലും ഞാൻ ഇതുവരെ വന്നില്ലേ, നിങ്ങൾക്ക് റിം ഓഫ് ഹെവൻ കണ്ടുപിടിക്കാൻ ഞാൻ സഹായിക്കാമെന്ന്. ഈ പ്രൊഫസറും അത് തന്നെ പറയുന്നു. പുള്ളിക്കാരൻ അപൂർവമായിട്ടുള്ള ജീവികളെ കണ്ടെത്തി അവയെ സംരക്ഷിക്കുന്ന കൂട്ടത്തിലാണ്. പിഗ്ലഗും ഇവരെ ഫോളോ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ഈ പ്രൊഫസർ പറഞ്ഞു തുടങ്ങി, എനിക്കൊരു സുഹൃത്തുണ്ട്, സുബിഷ എന്നാണ് പേര്. അവൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. അവൾക്ക് ഡ്രാഗനുകളെ കുറിച്ചൊക്കെ നല്ല അറിവുണ്ട്. നിങ്ങൾ പറഞ്ഞ റിം ഓഫ് ഹെവൻ ഈ ലോകത്ത് ആരും തന്നെ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ സുബിഷയ്ക്ക് ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാൻ പറ്റിയേക്കും. സുബിഷയ്ക്ക് അടുത്തേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഒരു ജിന്നിനെ കാണണം. ഈ ജിന്നിനോട് നമ്മൾ എന്ത് ചോദ്യം ചോദിച്ചാലും അത് ഉത്തരം കാണിച്ചു തരും. പക്ഷെ അവിടേക്ക് എത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണെന്നും നമ്മുടെ പ്രൊഫസർ പറഞ്ഞു കൊടുക്കുന്നു. അതെല്ലാം താണ്ടി ഞങ്ങൾ റിം ഓഫ് ഹെവൻ കണ്ടെത്തുമെന്ന് ഫയർ ഡ്രാക്ക് പ്രൊഫസറിനോട് പറയുകയാണ്. അന്ന് രാത്രി ഈ പയ്യൻ ഉറങ്ങാനായിട്ട് പ്രൊഫസർ ഒരു റൂം തരപ്പെടുത്തി കൊടുത്തു. അവിടെ നിന്ന് ഈ പ്രൊഫസറിന് ഈ പയ്യൻ അനാഥനാണ് എന്നുള്ള കാര്യം മനസ്സിലാകുവാണ്. പ്രൊഫസറിന് ഒരു ഭാര്യയും മകളുമുണ്ട്. പുള്ളിക്കാരൻ ഇവിടുത്തെ ഈ ബിസിനസ് ഒക്കെ കഴിഞ്ഞ നേരെ നാട്ടിലോട്ട് പോകും. പിഗ്ലഗ് ആവട്ടെ ഇവിടെ നിന്ന് കിട്ടിയ എല്ലാ വിവരങ്ങളും നെറ്റിൽ ബ്രാൻഡിനെ അറിയിച്ചു. അവരിപ്പോ ജിന്നിനെ കാണാനായിട്ട് ആ വാലിയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. നെറ്റിൽ ബ്രാൻഡ് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക അന്തർവാഹിനി, അതിലിച്ചിരി മാന്ത്രികത ഉണ്ടെന്ന് തോന്നുന്നു, അതും എടുത്ത് ഡോക്കിനെയും കൂട്ടിക്കൊണ്ട് ഈ ഒരു ജിന്ന് വാലിയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം നമ്മുടെ പയ്യൻ എഴുന്നേറ്റപ്പോ പ്രൊഫസർ, അല്ല നിന്റെ പേര് ശരിക്കും ഡ്രാഗൺ റൈഡർ എന്ന് തന്നെയാണ് എന്ന് ചോദിക്കുന്നു. അല്ല സാർ, എന്റെ പേര് ബെൻ എന്നാണ്. ഓ, നിനക്ക് അച്ഛനും അമ്മയും ഇല്ല എന്നുള്ള കാര്യം ഇന്നലെ എനിക്ക് മനസ്സിലായെന്ന് പ്രൊഫസർ പറയുന്നു. ഇവരുടെ കൂടെ പോയാലും ഈ വർക്കെല്ലാം കഴിഞ്ഞാൽ നിനക്ക് ആരുമില്ലെന്ന് തോന്നുന്ന സമയത്ത് നിനക്ക് എന്റെ കൂടെ വരാമെന്നും പ്രൊഫസർ പറഞ്ഞു. പിഗ്ലഗ് നമ്മുടെ ബെന്നിന്റെ ബാഗിലായിട്ടാണ് ഒളിച്ചിരിക്കുന്നത്. ഈ പ്രൊഫസർ കൊടുത്ത മാപ്പും കൊണ്ട് ഇവർ അങ്ങനെ ജിൻ വാലിയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഒരുപാട് അപകടങ്ങളെ തരണം ചെയ്യണമെന്നും പ്രൊഫസർ പറഞ്ഞിരുന്നു. ആദ്യത്തെ ഒരു രാക്ഷസനായിരുന്നു. രാക്ഷസന്റെ അടുത്ത് നിന്ന് ഇവരെങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. അടുത്തതായിട്ട് എത്തിപ്പെടുന്നത് ഒരു മഞ്ഞ കുടീരത്തിലായിരുന്നു. അവിടെ നിന്ന് മഞ്ഞ് സഹിക്കാൻ പറ്റില്ല, തണുപ്പ് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പ്രൊഫസർ പറഞ്ഞതാണ്. അതെല്ലാം കടന്ന് കടലിലുള്ള മഹാസർപ്പത്തെയും മറികടന്ന് ഇവരങ്ങനെ പാറക്കെട്ടിലെത്തിയപ്പോൾ ഇവിടെയുള്ള പാറപക്ഷി നമ്മുടെ സോറലിനെ എടുത്തോണ്ട് പറന്നു. ഫയർ ഡ്രാക്കും ബെന്നും കൂടിയിട്ട് അവളെ രക്ഷിക്കാനായി പോയപ്പോഴാണ് അതുവരെ നമ്മുടെ ഫയർ ഡ്രാക്കിന്റെ ഉള്ളിൽ ഉറങ്ങിയിരുന്നിരുന്ന ആ കഴിവ് അവന്റെ ഉള്ളിൽ നിന്ന് നീല നിറത്തിലെ തീ പുറത്തോട്ട് വന്നു. ശരിക്കും ബെൻ തന്റെ പുറത്തിരുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു കഴിവ് തനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞ് ഫയർ ഡ്രാക്ക് ബെന്നിനെ ഒരുപാട് അഭിനന്ദിക്കുമ്പോഴാണ് സോറൽ തൊട്ടപ്പുറത്തുള്ള ജിൻ വാലി അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ജിൻ വാലിയിലേക്ക് ഈ 3 പേരും കൂടി ചെന്നപ്പോൾ അവിടെ ഒരു കാറ് കിടപ്പുണ്ട്. ബെൻ പോയി ആ കാറില് ഹോൺ അടിക്കുകയാണ്. ആ സമയത്ത് ഈ കാറിൽ നിന്ന് ഒരു റോസ് നിറത്തിലെ പുക പുറത്തോട്ട് വന്നു. അതിനുള്ളിൽ നിന്ന് നമ്മുടെ ജിന്നും പുറത്തേക്ക് വരികയാണ്. ആളിച്ചിരി കലിപ്പനൊക്കെ തന്നെയാണ്. ഞാൻ മുൻപ് കേട്ടിട്ടുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ ചുട്ടെരിച്ചു കൊല്ലും എന്ന് ജിൻ പറയുന്നു. അപ്പൊ നമ്മുടെ ബെൻ എന്ത് ചെയ്തെന്നോ, റിം ഓഫ് ഹെവനിലേക്കുള്ള വഴി ചോദിക്കുന്നതിന് പകരമായിട്ട് റിം ഓഫ് ഹെവൻ ഇല്ലാത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോ ഭൂതത്തിനൊന്ന് കൺഫ്യൂഷൻ ആയി. ശേഷം റിം ഓഫ് ഹെവൻ എവിടെയാണെന്നുള്ള വിഷൻ ബെന്നിനായിട്ട് അത് കാണിച്ചു കൊടുക്കുന്നു. അപ്പോഴേക്ക് നമ്മുടെ നെറ്റിൽ ബ്രാൻഡ് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജിന്നിന്റെ സ്ഥലമല്ലേ അത്. അവിടേക്ക് വിളിക്കാത്തൊരു അതിഥി വന്നു കഴിഞ്ഞാൽ ജിന്ന് വെറുതെ ഇരിക്കുവോ? പിന്നീട് ജിന്നും നെറ്റിൽ ബ്രാൻഡും കൂടി വേണ്ട തല്ലായി. ഇതിനിടയ്ക്ക് എങ്ങനെയൊക്കെയോ നമ്മുടെ ഫയർ ഡ്രാക്കും സോറലും ബെന്നും കൂടി രക്ഷപ്പെടുന്നു. അവിടെ നിന്ന് നെറ്റിൽ ബ്രാൻഡ് നമ്മുടെ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. അധിക നേരം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പണി പാളും. അതുകൊണ്ട് സുബിഷയുടെ അടുത്ത് പോയിട്ട് നമ്മുടെ ബെന്നിന് കാണിച്ചു കൊടുത്ത വിഷൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യാമെന്നിവരെ വിചാരിക്കുകയാണ്. നെറ്റിൽ ബ്രാൻഡും ഡോക്കും ജിന്നിനെ വകവരുത്തി അടുത്തതായി ഇവർ എവിടേക്ക് പോകുന്നു എന്ന് അറിയാനായി പിഗ്ലഗിന്റെ അടുത്ത മെസ്സേജ് നോക്കി ഇരിക്കുകയാണ്.
നമ്മുടെ പിള്ളേരാണെങ്കിൽ സുബിഷയുടെ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഡ്രാഗൺ വാലിയില് മനുഷ്യന്മാരുടെ ക്രൂരതകൾ കണ്ട് ഫുൾ മൂൺ ആവാൻ വേണ്ടി യുദ്ധത്തിന് അവർ കാത്തിരിക്കുകയായിരുന്നു. സുബിഷയുടെ ആ ഒരു ദ്വീപിലേക്ക് ഇവർ എത്തിയിരിക്കുകയാണ്. നാട്ടുകാരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഇവരെ സ്വാഗതം ചെയ്തു. കാരണം ഡ്രാഗൺ റൈഡറിനെയും ഡ്രാഗണിനെയും ഒക്കെ ഒരുപാട് ആരാധിക്കുന്ന ആൾക്കാരായിരുന്നു അവിടെയുള്ളത്. സുബിഷ ഇവരെ വിളിച്ചോണ്ട് അകത്തേക്ക് ചെല്ലുന്നു. ഇവിടെ കേട്ടുകേൾവിയുള്ള പണ്ടത്തെ ഒരു കഥയുണ്ട്. വിറാൻ എന്ന് പേരുള്ള ഒരു ഡ്രാഗൺ റൈഡറിനെ ആരാധിക്കുന്ന അമ്പലമടക്കം ഇവിടെയുണ്ട്. ഈ വിറാൻ തന്നെയാണ് ഡ്രാഗനുകളെ സംരക്ഷിക്കാനായി റിം ഓഫ് ഹെവനിലേക്ക് അവരെ കൊണ്ടുചെന്ന് വിട്ടിരുന്നത്. എന്നാൽ ക്രൂരനായ നെറ്റിൽ ബ്രാൻഡ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അവിടേക്കുള്ള ചാവി വിഴുങ്ങി അദ്ദേഹത്തെ ഇല്ലാതാക്കി. പിന്നീട് ആരും റിം ഓഫ് ഹെവൻ കണ്ടെത്തിയിട്ടില്ല. പണ്ടുള്ള അവിടുത്തെ ഡ്രാഗനുകൾ ഇപ്പോഴും അവിടെ സുഖമായി ജീവിക്കുന്നു. അത് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾക്ക് ജിൻ എന്തായാലും സ്ഥലം കാണിച്ചു തന്നിട്ടില്ലേ എന്നൊക്കെ സുബിഷ ചോദിക്കുകയാണ്. അപ്പോഴാണ് ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആ നെറ്റിൽ ബ്രാൻഡിന്റെ സ്പൈ ആയ ട്വിഗ്ലെഗിനെ ഇവര് കാണുന്നത്. ട്വിഗ്ലെഗിന് ശരിക്കും നമ്മുടെ നെറ്റിൽ ബ്രാൻഡിനോട് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവരുടെ കൂടെ ചേരാമെന്ന് ട്വിഗ്ലെഗ് സമ്മതിക്കുകയാണ്. ശേഷം നെറ്റിൽ ബ്രാൻഡിനെ വിളിച്ച് അവൻ ഒരു കള്ളത്തരം പറഞ്ഞു. റിം ഓഫ് ഹെവൻ ഉള്ളത് അങ്ങ് നോർത്തേൺ പോളിലാ, സാന്റാക്ലോസ് ഒക്കെയുള്ള സ്ഥലമില്ലേ അവിടെയാണെന്ന്. എന്നാൽ ഇടയ്ക്ക് വെച്ച് പണിയൊന്ന് പാളിപ്പോയി. ഫോണിലെ വീഡിയോ റെക്കോർഡർ ഓണായിട്ട് അവിടെയുള്ള ആൾക്കാരെ മുഴുവനായിട്ട് നെറ്റിൽ ബ്രാൻഡ് കണ്ടു. ഇവരെവിടെയാണെന്ന് മനസ്സിലാക്കിയ നെറ്റിൽ ബ്രാൻഡും ഡോക്കും ഉടനെ തന്നെ ഈ ദ്വീപിലേക്ക് വരുന്നു. നമ്മുടെ റിം ഓഫ് ഹെവൻ എവിടെയാണെന്നുള്ള വിഷൻ ബെന്നിന് ജിൻ കാണിച്ചു കൊടുത്തതല്ലേ. സുബിഷ അവന്റെ മനസ്സ് വായിച്ചുകൊണ്ട് ക്രൗൺ ഓഫ് പീക്ക് എന്ന മൗണ്ടെയിനിലാണ് റിം ഓഫ് ഹെവൻ എന്ന് ഇവർക്ക് പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് ബെൻ വീണ്ടും തനിക്ക് പേടിയുണ്ടെന്നും താനൊരു ഡ്രാഗൺ റൈഡർ അല്ല എന്നും സുബിഷയോട് പറയുമ്പോൾ, നീ നിന്റെ കഴിവിൽ വിശ്വസിക്കുമോനെ, നിന്നെ കൊണ്ട് ഇവരെ റിം ഓഫ് ഹെവനിൽ എത്തിക്കാൻ സാധിക്കുമെന്ന് സുബിഷ പറയുന്നു. ട്വിഗ്ലെഗിനെയും ഇവരെ കൂടെ കൂട്ടുകയാണ്. ഫയർ ഡ്രേക്കിനെയും സോറലിനെയും മനുഷ്യന്മാരെ കൊന്നുകളഞ്ഞു എന്നാണ് നമ്മുടെ ഡ്രാഗനുകൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇവര് ഹിമാലയത്തിലുള്ള ക്രൗൺ ഓഫ് പീക്കിലേക്ക് പൊക്കൊണ്ടിരിക്കുമ്പോൾ നെറ്റിൽ ബ്രാൻഡും ഇവരെ ഫോളോ ചെയ്ത് പിന്നാലെ വരുന്നുണ്ടായിരുന്നു. അവൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ റിം ഓഫ് ഹെവനകത്ത് ഒരുപാട് ഡ്രാഗനുകൾ ഉണ്ട്. ഇവനാണെങ്കിൽ ഡ്രാഗനെ തിന്നാൻ ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ. അപ്പൊ അതിനകത്ത് കയറി പറ്റിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ഡ്രാഗനുകളെ തിന്നാമല്ലോ. അങ്ങനെ ഇവരുടെ പിന്നാലെ ആയിട്ട് നെറ്റിൽ ബ്രാൻഡും വരികയാണ്. നെറ്റിൽ ബ്രാൻഡിനെ കണ്ടതും ഫയർ ഡ്രാക്ക് കുറെ കൂടെ വേഗതയോടെ പൊക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നെറ്റിൽ ബ്രാൻഡ് ഇവനെ പിടിച്ചപ്പോഴേക്ക് പറക്കാൻ കഴിവില്ലാത്ത ഇവൻ ഇത്രയും വലിയ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഒരൊറ്റ വീഴ്ചയായിരുന്നു. ബെന്നിന് പതിയെ വിഷൻ വന്നു തുടങ്ങി. അങ്ങനെ അവിടെ ആയിട്ടുള്ള ഒരു പഴയ അമ്പലത്തിലേക്ക് ഇവർ എത്തിച്ചേരുന്നു. ഇത് തന്നെയായിരിക്കാം റിം ഓഫ് ഹെവൻ എന്ന് പറഞ്ഞ് 3 പേരും ചേർന്ന് ആ അമ്പലത്തിലേക്ക് കടന്നപ്പോൾ അവിടെ ഒരു ഡ്രാഗന്റെ പ്രതിമയും പിന്നെ ഒരുപാട് ഡ്രാഗന്റെ പടങ്ങളും. അയ്യോ, റിം ഓഫ് ഹെവൻ എന്ന് പറയുന്നത് കേട്ടുകേൾവിയുള്ള കഥ മാത്രമാണോ? ബെൻ പറഞ്ഞു, നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഞാൻ ശരിക്കൊരു ഡ്രാഗൺ റൈഡർ കൂടിയല്ല, ഇതൊക്കെ തന്നെ കേട്ടുകേൾവിയുള്ള കഥയാ എന്ന് പറഞ്ഞ് ബെൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ നോക്കുകയാണ്. അപ്പോഴാണ് നെറ്റിൽ ബ്രാൻഡ് വരുന്നത് കാണുന്നത്. അന്നേരം നമ്മുടെ ബെന്നിന് ഈ കഥയുടെ അവസാനത്തിലുള്ള ഒരു കാര്യം ഓർമ്മ വരുന്നു. റിം ഓഫ് ഹെവൻ ആരെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ സ്വർണത്തേക്കാൾ വിലയുള്ളതായിട്ട് ഗോൾഡ് മാറുമെന്ന്. അവന് നെറ്റിൽ ബ്രാൻഡിലും ഫയർ ഡ്രാക്കിലും ഇത് ബന്ധിപ്പിച്ച് വായിച്ചപ്പോൾ റിം ഓഫ് ഹെവനിലേക്കുള്ള വാതിൽ എങ്ങനെയാണെന്ന് മനസ്സിലായി. ഈ സമയം നെറ്റിൽ ബ്രാൻഡ് ഫയർ ഡ്രാക്കിനെ വകവരുത്താനായിട്ട് റിം ഓഫ് ഹെവന്റെ അകത്ത് കയറിയിരിക്കുകയായിരുന്നു. സോറലും അതിനകത്തുണ്ടല്ലോ. നമ്മുടെ ബെൻ ഓടി വന്ന്, നിനക്ക് ആ കഥ ഓർമ്മയില്ലേ, നമ്മൾ റിം ഓഫ് ഹെവൻ കണ്ടുപിടിച്ചിരിക്കുന്നു, ഇപ്പൊ അവനേക്കാൾ ശക്തിമാൻ നീയാണ്, കാരണം അവന്റെ ശരീരം സ്വർണം കൊണ്ടുള്ളതാണ്, നീയോ വെള്ളി കൊണ്ടുള്ളത്. റിം ഓഫ് ഹെവൻ കണ്ടെത്തി കഴിഞ്ഞാൽ സ്വർണത്തേക്കാൾ ശക്തി വെള്ളിക്കായി മാറും എന്നൊക്കെ നമ്മുടെ ബെൻ പറഞ്ഞു തുടങ്ങി. എന്നാൽ ഇപ്പോഴും ഫയർ ഡ്രാക്ക് നേരത്തെ തീ ഊതിയതുപോലെ അവന് തീ ഊതാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. നിന്നെ കൊണ്ട് സാധിക്കും, ഞാൻ നിന്റെ പുറത്തുണ്ടായത് കൊണ്ടല്ല, നീ നിന്റെ കഴിവ് ഉപയോഗിച്ചാണ് തീ ഊതിയത് എന്ന് നമ്മുടെ ഈ ബെൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ സമയത്ത് ബെന്നിനെ ഈ നെറ്റിൽ ബ്രാൻഡ് ഉപദ്രവിക്കുന്നു എന്ന് കണ്ടപ്പോൾ അറിയാതെ ഫയർ ഡ്രാക്ക് നെറ്റിൽ ബ്രാൻഡിന്റെ നേരെ തീ ഊതിയതും അവന്റെ ഈ സ്വർണ്ണ ശരീരം പൊടിഞ്ഞു പോവുകയാണ്. എല്ലാവരെയും തക്ക സമയത്ത് നമ്മുടെ ഫയർ ഡ്രാക്ക് രക്ഷപ്പെടുത്തി. എന്നാൽ റിം ഓഫ് ഹെവൻ അതൊരു പഴങ്കഥയാണെന്ന് ഇവരെ വിശ്വസിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് സോറൽ ഈ നെറ്റിൽ ബ്രാൻഡിന്റെ പൊടി ശരീരത്തിൽ നിന്ന് ഒരു പ്രത്യേക രത്നം പുറത്തെടുക്കുന്നത്. ആ രത്നം അവൾ ഒരു വാളിൽ കൊണ്ടുപോയി വെക്കുന്നു. അത് തന്നെയായിരുന്നു റിം ഓഫ് ഹെവനിലേക്കുള്ള വാതിൽ. സ്വർഗ തുല്യമായ ഡ്രാഗനുകളുടെ നാട് ഇവരങ്ങനെ കണ്ടെത്തിയിരിക്കുന്നു. ബെന്നിനും വളരെയധികം സന്തോഷമായി. പക്ഷെ ഇതിനുശേഷം ഞാൻ എവിടെ പോകും എന്നവൻ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ
എന്തുകൊണ്ട് നിനക്ക് പ്രൊഫസറിനരികിലേക്ക് പോയിക്കൂടാ എന്ന് ഫയർ ഡ്രാക്ക് ചോദിച്ചു. അദ്ദേഹം നിന്നെ കാത്തിരിക്കുകയായിരിക്കുമെന്നും. ബെന്നിന് അത് സന്തോഷമുള്ള കാര്യമായിരുന്നു. നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ആൾക്കാരെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്ന സമയത്ത് എന്നെ അവിടെ ഇറക്കി തന്നോളൂ എന്ന് നമ്മുടെ ബെൻ പറയുന്നു. സന്തോഷത്തോടെ ഫയർ ഡ്രാക്ക് അത് ഓക്കെ പറയുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഡ്രാഗൺ സഹോദരന്മാര് ഇന്ന് ഫുൾ മൂൺ ആണ്, അതുകൊണ്ട് മനുഷ്യന്മാരെ നമ്മൾ കൊന്നു കളയണം, നമ്മൾ ഇന്ന് തൊട്ട് പറക്കാനും നമ്മുടെ തീ ഉപയോഗിക്കാനും തുടങ്ങണം എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ ഫയർ ഡ്രാക്കും സോറലും അവര് കണ്ടെത്തിയ സന്തോഷ വാർത്ത പറയാനായി ഇവിടേക്ക് വന്നു ചേരുന്നത്. നമ്മൾ കേട്ടുകേൾവിയുള്ള ആ മുത്തശ്ശി കഥ ശരിയാണ്, ഞങ്ങൾ റിം ഓഫ് ഹെവൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഡ്രാഗൺ സഹോദരങ്ങളെ കൂട്ടിക്കൊണ്ട് മനുഷ്യന്മാരിൽ നല്ലവരും ചീത്തവരും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവരെയും കൂട്ടിക്കൊണ്ട് റിം ഓഫ് ഹെവനിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബെന്നും പ്രൊഫസറിന്റെ ഫാമിലിയും ഇവരെ കണ്ട് വളരെ സന്തോഷത്തോടു കൂടി പോയി വരൂ സുഹൃത്തുക്കളെ എന്ന് പറയുന്ന ഒരു സീനോട് കൂടിയാണ് ഫയർ ഡ്രാക്ക് ദ സിൽവർ ഡ്രാഗൺ എന്ന 2022 പുറത്തിറങ്ങിയ ഈ മനോഹരമായ മൂവി അവസാനിക്കുന്നത്. അപ്പൊ കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂട്ടോ. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കഴിവുകൾ ഉണ്ടായിരിക്കും അല്ലെ, എല്ലാവർക്കും ഓരോരോ പ്രത്യേക തരം കഴിവുകൾ ഉണ്ടായിരിക്കും. എന്നാൽ ആ കഴിവ് നമുക്കുണ്ട്, നമുക്ക് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ആദ്യം വിശ്വസിച്ചാൽ മാത്രമാണ് അത് മറ്റുള്ളവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മൾ ജനിച്ചു വീണു അപ്പൊ തന്നെ നടക്കാൻ പഠിച്ചിട്ടല്ല വന്നത്, നമ്മൾ പിന്നീട് നടന്ന് വീണ് അങ്ങനെയാണ് നമ്മൾ നടക്കാൻ പഠിച്ചത്. അപ്പോ ആദ്യം നടക്കാൻ ശ്രമിച്ചപ്പോ നമ്മളൊന്ന് വീണു പോയി എന്ന് കരുതിയിട്ട് പിന്നീട് അത് നമ്മൾ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മൾ നടക്കില്ല അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മുടെ കഴിവുകള്. നമ്മളിങ്ങനെ രാഗി മെനഞ്ഞെടുക്കുന്ന സമയത്ത് ഒരു തവണ ഒന്ന് പാളിപ്പോയി എന്ന് വിചാരിക്കാം, പിന്നെ അത് അങ്ങനെ ഉപേക്ഷിക്കുകയാണോ വേണ്ടത്? അല്ല, വീണ്ടും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഓരോ അറ്റംപ്റ്റ് പാളി പോകുമ്പോഴും അതൊരു എക്സ്പീരിയൻസ് ആണ്. അതിൽ നിന്ന് കിട്ടുന്ന അനുഭവം കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റിയെന്ന് ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പൊക്കോണ്ടേയിരിക്കുക. അപ്പൊ നമ്മുടെ ആ കഴിവ് അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് വേർഷൻ ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് തന്നെ വരും. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് കണ്ടെത്തിയെടുത്ത ആ കഴിവ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ലോകം നമ്മളെ അംഗീകരിക്കുകയും ചെയ്യും. അപ്പോ നമുക്ക് എല്ലാവർക്കും തന്നെ ഓരോരോ കഴിവുകൾ ഉണ്ടെന്ന് ആദ്യം നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ കഴിവ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് അത് നല്ല രീതിയിൽ, നല്ല ബെസ്റ്റ് വേർഷൻ ആയിട്ട് ലോകത്തെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ആരും തന്നെ ഒരു കഴിവും ഇല്ലാത്തവരായിട്ട് ഈ ലോകത്ത് ജനിക്കുന്നില്ല കേട്ടോ. എല്ലാവർക്കും യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കഴിവ് കാണും. സോ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്നുള്ളത് കമന്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ. ഇന്നത്തെ മൂവി ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എന്തായാലും ലൈക്ക് ചെയ്യില്ലേ? പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കാം. കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വച്ചിട്ടും നോട്ടിഫിക്കേഷൻസ് വരുന്നില്ല എങ്കിൽ അതിനൊരു കാരണമുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോസ് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നുണ്ടാവില്ല. ലൈക്ക് കൂടി ചെയ്താൽ മാത്രമാണ് കൂടുതൽ യൂട്യൂബ് നിങ്ങളിലേക്ക് നമ്മുടെ വീഡിയോസ് സജസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ കഴിവ് എന്താണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വേണോ? ഇക്കാര്യങ്ങളൊക്കെ തന്നെ കമന്റ് ബോക്സ് വഴി ഷെയർ ചെയ്യാം. സോ നമുക്ക് എന്താ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാമേ. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.